إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് അവൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണേ എന്ന് ആമുഖമായി സ്വന്തത്തെ മറക്കാതെ എല്ലാ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റു ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യനെ അവൻ പ്രത്യേകം ആദരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് വിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. വലഖദ് കറംനാ ബനി ആദം, നിശ്ചയമായും നാം ആദം സന്തതികളെ ആദരിച്ചിട്ടുണ്ട്, അവർക്ക് പ്രത്യേകം ബഹുമാനം നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും മറ്റു ജീവികൾക്കില്ലാത്ത വ്യതിരിക്തത മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഈ ശറഅ് മതം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കും അതുപോലെ തന്നെ ജിന്നുകൾക്കും വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റു ജീവജാലങ്ങൾക്കതില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അവൻ നമ്മെ ആദരിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് മതമാക്കിയ, ശറഅാക്കി നിയമമാക്കി പഠിപ്പിച്ച ഒരു കാര്യമാണ്, അതോടൊപ്പം ഒരു അനുഗ്രഹമാണ് നാം ധരിക്കുന്ന വസ്ത്രം. സ്വാഭാവികമായിട്ടും മറ്റെല്ലാത്തിനെയും പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശരീഅത്തിന് ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാനുണ്ട്. നാം അതനുസരിച്ചാണ് ജീവിക്കേണ്ടതും അതനുസരിച്ചായിരിക്കണം നമ്മുടെ വസ്ത്രധാരണവും, അതിൽ സംശയമില്ല. നമുക്കറിയാം, മറ്റു ജീവജാലങ്ങളൊന്നും വസ്ത്രം ധരിക്കാറില്ല.
അത് നായയാവട്ടെ പൂച്ചയാവട്ടെ അതൊന്നും അവ സ്വയം വസ്ത്രം ധരിക്കാറില്ല. എന്നാൽ ചില ആളുകളൊക്കെ അവയെ വസ്ത്രം ധരിപ്പിക്കാറുണ്ട്. അത് അവരുടെ പ്രകൃതിയിൽപ്പെട്ടതല്ല വസ്ത്രം ധരിക്കൽ. അതുകൊണ്ട് തന്നെ ധരിക്കാതിരുന്നത് കൊണ്ട് അവർക്ക് അതിലൊരു പ്രത്യേക നാണക്കേടില്ല. നമുക്ക് തന്നെ അത് കണ്ടാൽ പ്രത്യേകിച്ചൊരു നാണക്കേട് തോന്നാനുമില്ല. എന്നാൽ മനുഷ്യൻ്റെ സ്ഥിതി അങ്ങനെയല്ല. ഒന്നാമത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം മുതൽ എല്ലാവരും വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കറിയാം, പൊതുവിൽ മനുഷ്യരെല്ലാവരും വസ്ത്രം ധരിക്കുന്നവരാണ്. വസ്ത്രം ധരിക്കൽ, തൻ്റെ നഗ്നത മറക്കൽ, അതൊരു മനുഷ്യാവകാശമായിട്ടാണ് സമൂഹം കാണുന്നത്. എന്നാൽ അതേസമയം മറുവശത്ത് വസ്ത്രം ധരിക്കാതിരിക്കലാണ് എൻ്റെ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ചില ലിബറൽ ചിന്താഗതിയുള്ളവരും സമൂഹത്തിലുണ്ട്. അതിനു വേണ്ടിയിട്ട്, അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹ മാധ്യമങ്ങളും സിനിമകളും വാർത്താ ചാനലുകളുമൊക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ടല്ലോ. നമുക്കറിയാം അതിൻ്റെ സ്വാധീനം പുതുതലമുറയിൽ ചെറുതല്ല. ചെറിയ കാലയളവിൽ വലിയ മാറ്റമാണ് വസ്ത്രരംഗത്ത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിങ്ങൾക്കിടയിലും മൊത്തത്തിൽ ജനങ്ങൾക്കിടയിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യത്തിൽ വസ്ത്രത്തിൻ്റെ അഹ്കാമുകൾ, വിധികൾ അറിയലും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കലും ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ്. മറ്റെല്ലാ വിഷയങ്ങളെ പോലെ തന്നെ ഒരു വിശ്വാസി ഇസ്ലാമിൽ നിന്നൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ആ കാര്യത്തിൻ്റെ മതത്തിലുള്ള പ്രാധാന്യം, മഹത്വം, ഗൗരവം. ഒരു കാര്യം അത് ചെയ്തു കഴിഞ്ഞാലുള്ള അതിൻ്റെ പ്രതിഫലം, ചെയ്യാതിരുന്നാലുള്ള അതിൻ്റെ കുറ്റം തുടങ്ങി അതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. മറ്റൊന്ന് അതിൻ്റെ കർമ്മശാസ്ത്രം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. വസ്ത്രമാണെങ്കിൽ അതെങ്ങനെ, ഏതൊക്കെ ധരിക്കാം, ഏതൊക്കെ ധരിക്കാൻ പാടില്ല, എപ്പോഴൊക്കെ ധരിക്കാം തുടങ്ങിയ അതിൻ്റെ മതവിധികൾ. ഇത് രണ്ടും നമ്മൾ അറിയണം. പ്രാധാന്യം അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനോട് മതവിധികൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവനക്കതിൽ ഗൗരവം ഉണ്ടാവില്ല. പ്രാധാന്യവും ഗൗരവവും ഒക്കെ അറിയാം, പക്ഷെ മതവിധികൾ അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഏതാണ് ധരിക്കേണ്ടത് ധരിക്കാൻ പാടില്ലാത്തതെന്ന് അറിയില്ല. അതും പ്രശ്നമാണ്. അവൻ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രം ധരിക്കും, ധരിക്കണമെന്ന് പറഞ്ഞത് ധരിക്കില്ല. അതുകൊണ്ട് തന്നെ രണ്ടും അറിയൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. സഹോദരന്മാരെ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസ്ത്രം നിയമിച്ചു തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നൽകിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നുണ്ട്, യാ ബനി ആദം, ആദം സന്തതികളെ. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല പല രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്യാറുണ്ട്. യാ യുഹന്നാസ്, ജനങ്ങളെ, യാ യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. എന്നാൽ ഇവിടെ പൊതുവിൽ യാ ബനി ആദം എന്നാണ്, ആദം സന്തതികളെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് അല്ലാഹു സൂചിപ്പിക്കുന്നത്. ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, നിശ്ചയമായും നാം നിങ്ങൾക്ക് വസ്ത്രം ഇറക്കിയിട്ടുണ്ട്. യുവാരി സൗആതികും, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ മറക്കാനാണ്. വരീഷ, അലങ്കാര വസ്ത്രങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം ഇറക്കിയതിൻ്റെ ലക്ഷ്യം പറഞ്ഞു, അത് നിങ്ങളുടെ ഔറത്ത്, നഗ്നത മറക്കാനാണ്. അതോടൊപ്പം തന്നെ അത് മനുഷ്യനൊരു അലങ്കാരമാണ്. വസ്ത്രം ധരിക്കുക എന്നുള്ളത് നമുക്കറിയാം, അതിൻ്റെ നിറത്തിലും അതിൻ്റെ രൂപത്തിലും ഒക്കെ ഭംഗിയുണ്ട്. അതൊരു മനുഷ്യൻ ധരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവനെ സംബന്ധിച്ചിടത്തോളം അവനക്കൊരു അലങ്കാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ച് തന്നതാണ്. അപ്പോൾ ഈ രണ്ട് ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നേർ വിപരീതമാണ് നഗ്നത മറക്കാതിരിക്കൽ, ഔറത്ത് മറക്കാതിരിക്കൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അത് ഫിത്നയാണ്. ഔറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ മറക്കാതിരിക്കൽ, അതിൻ്റെ നിയമങ്ങൾ പാലിക്കാതിരിക്കൽ വ്യക്തികൾക്കും സമുദായത്തിനും സമൂഹത്തിനും അത് ഫിത്നയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ ബനി ആദം, വീണ്ടും ആദം സന്തതികളെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇതെല്ലാവർക്കും പ്രശ്നമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. നമ്മളിന്നത് സമൂഹത്തിൽ കാണുന്നുണ്ട്. വസ്ത്രധാരണത്തിൽ വരുത്തുന്ന വീഴ്ച ഇന്ന് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ, ഫസാദ്, ഫിത്ന ഉണ്ടാക്കിയിട്ടുണ്ട്. യാ ബനി ആദം ലാ യഫ്തിനന്നകും ശൈത്വാൻ, ശൈത്വാൻ, പിശാച് നിങ്ങളെ ഫിത്നയിലാക്കരുത്. കമാ അഖ്റജ അബവൈക്കും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ
മാതാപിതാക്കളെ ആദം അലൈഹി ഇസ്ലാമിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും പുറത്താക്കിയതുപോലെ അവൻ പുറത്ത് ആക്കാൻ കാരണമായി, അതുപോലെ നിങ്ങളെ അവൻ ആക്കരുത്. എന്താ അവൻ ചെയ്തത്? യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. അവരുടെ വസ്ത്രം അവൻ ഊരിപ്പിച്ചു. അത് മുഖേന അവരുടെ അവയവങ്ങൾ അവർ കാണാൻ വേണ്ടിയിട്ട്, ലൈംഗികാവയവങ്ങൾ അവർ കാണാൻ വേണ്ടിയിട്ട്. അഥവാ സ്വർഗത്തിൽ ആദം അലൈഹി ഇസ്ലാമിക്ക് അതുപോലെ തന്നെ ഹവ്വ റളിയല്ലാഹു അൻഹക്കും പ്രത്യേകം ഒരു വസ്ത്രമുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ ലൈംഗികാവയവങ്ങൾ പരസ്പരം കാണുമായിരുന്നില്ല. അങ്ങനെ പിശാച് അവരെ വഞ്ചിക്കുകയാണ്. ആ മരത്തിലെ പഴം കഴിക്കാൻ വേണ്ടി അവരെ സ്വാധീനിക്കുകയാണ്. അങ്ങനെ അവരത് കഴിക്കുന്നതോടുകൂടി, ആ ഫലം കഴിക്കുന്നതോടുകൂടി അവരുടെ ഔറത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെളിവാവുകയാണ്. അങ്ങനെ അതിനുവേണ്ടി, അത് മറക്കാൻ വേണ്ടിയിട്ട് അവർ വസ്ത്രം അന്വേഷിക്കുന്നതും ഒക്കെയാണ് വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിമിത്തം, ആ ഫലം കഴിച്ചത് നിമിത്തം അവർ സ്വർഗത്തിൽ നിന്ന് പുറത്ത് പോകാൻ കാരണമായി. അത് പേർപ്പിച്ചത് പിശാചാണ്. അവിടെ പിശാച് ചെയ്യിച്ച ആ കാര്യം അത് കൊണ്ടെത്തിച്ചത് അവരുടെ ഔറത്ത് വെളിവാക്കുക എന്ന തിന്മയിലാണ്. അപ്പം അവിടെയാണ് പിശാച് വഴിതെറ്റിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വസ്ത്രധാരണത്തിൽ വരുത്തുന്ന വീഴ്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമുക്കറിയാം, സമുദായത്തിൽ കാണുന്ന തിന്മകൾ, പ്രശ്നങ്ങൾ, ബലാത്സംഗങ്ങളും അത്തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ സമുദായത്തിൽ നടക്കുന്നുണ്ട്. ആളുകൾ പലതരം കാരണങ്ങൾ പറയും. പക്ഷെ ആരും വസ്ത്രമാണ് അതിൻ്റെ യഥാർത്ഥ കാരണം, വസ്ത്രത്തിൽ വരുന്ന വീഴ്ചയാണ്, അതാരും സൂചിപ്പിക്കില്ല. നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ മറ്റു മേഖലകളിലുമൊക്കെ അത് കാണാം. അത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളോട് വസ്ത്രം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷനോട് വസ്ത്രം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇടിച്ചു താഴ്ത്തുന്ന, പ്രാകൃതരാക്കി ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങളുടെയൊക്കെ സമുദായത്തിൽ കാണുന്ന ഫസാദുകൾ, ഫിത്നകൾ, അക്രമങ്ങൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? നമ്മളൊന്ന് ശരിക്കും ആലോചിച്ചാൽ അത് ബോധ്യപ്പെടും. വസ്ത്രം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം. വസ്ത്രം തന്നെയാണ്. അതിൽ വരുന്ന വീഴ്ചയാണ് അതിനെ മറ്റു തിന്മകളിലേക്കൊക്കെ എത്തിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ശരീഅത്തിൻ്റെ, മതത്തിൻ്റെ വിധികൾ നോക്കിക്കഴിഞ്ഞാൽ മഖാസിദു ശരിയ എന്ന് പറയും. നമ്മുടെ ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രധാനമായും 5 കാര്യങ്ങളുടെ സംരക്ഷണത്തിനാണ് എല്ലാ വിധികളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലുള്ള ഏത് മതവിധിയും, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഏതൊരു മതവിധിയും, വിധികളും, വിലക്കുകളും ഒക്കെ 5-1 സംരക്ഷിക്കാനാണ്. ഒന്ന് നമ്മുടെ ദീനാണ്, മതം സംരക്ഷിക്കാനാണ്. രണ്ടാമത്തെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാനാണ്. മതം, നമ്മുടെ ശരീരം, ദേഹം, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന് നമ്മുടെ ബുദ്ധി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന് നമ്മുടെ സമ്പത്ത്, അതും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 5-മത്തത് വംശപരമ്പര, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനം, വംശപരമ്പര എന്ന് പറയും. ആരാണ് തൻ്റെ വാപ്പ, ആരാണ് ഉമ്മ, ആരാണ് എൻ്റെ മകൻ, ഒരു അഡ്രസ്സ് വേണം. മനുഷ്യർക്കൊരു അഡ്രസ്സുണ്ട്. അത് സംരക്ഷിക്കാൻ വേണ്ടി ധാരാളം നിയമങ്ങൾ മതത്തിൽ കാണാം. ഇത് കർമ്മനിദാന ശാസ്ത്രത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും, ഇതിൽ 2 എണ്ണത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രധാനമായിട്ടും. ഒന്ന് ശരീരം സംരക്ഷിക്കാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നിട്ടുണ്ട്, വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർ. നിങ്ങൾക്ക് അവൻ വസ്ത്രം നിശ്ചയിച്ചു തന്നു, ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ. തഖീകുമുൽ ഹർ, അതെ, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ. അപ്പോൾ ചൂടുള്ള സമയത്ത്, കഠിനമായ ചൂടിൽ അതിൽ നിന്ന് സംരക്ഷണമായിക്കൊണ്ട് പ്രത്യേകം വസ്ത്രം നമുക്ക് നിർമ്മിക്കാം, ധരിക്കാം, വാങ്ങാം, ഒക്കെ ചെയ്യാം. അത് ദൂർത്തൊന്നുമല്ല. അതുപോലെ തന്നെ തണുപ്പാണെങ്കിലും തണുപ്പിന് വേണ്ടി ആ ഒരു സമയത്തേക്ക് മാത്രം വസ്ത്രം വാങ്ങാം. അതൊന്നും ഒരിക്കലും മതത്തിൽ ശറഇന്റെ കണ്ണിൽ ദൂർത്തല്ല. ചിലപ്പോൾ ഒരു മാസം മാത്രമായിരിക്കും തണുപ്പുണ്ടാകും, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അത് അനുവദനീയമാണ്. അതിൻ്റെ പേരിൽ അയാൾ അനാവശ്യമായി വസ്ത്രം വാങ്ങിയെന്നോ ദൂർത്തടിച്ചു എന്ന് പറയും. അത് ആവശ്യമാണ്, അത് ശറഅ് പരിഗണിച്ചതാണ്. അതുപോലെ തന്നെ അല്ലാഹു പറയുന്നുണ്ട്, വസറാബീല തഖീകും ബഅസകും. നിങ്ങളുടെ യുദ്ധസമയത്ത്, അതുപോലെയുള്ള അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് സംരക്ഷണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം അവൻ നൽകിയിട്ടുണ്ട്, അത് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വസ്ത്രം ധരിക്കാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ സംരക്ഷണമാണ്. മറ്റൊന്ന്, ആ 5-ൽ 2-മത്തെ ഒരു വിഷയം, നമ്മുടെ വംശപരമ്പര സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് വസ്ത്രം. നമുക്കറിയാം, പലപ്പോഴും അത്തരത്തിലുള്ള വ്യഭിചാരം പോലെയുള്ള തിന്മകളിലേക്ക് മനുഷ്യരെ എത്തിക്കുക ഈ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച വരുമ്പോഴാണ്.
അപ്പോൾ ഇവിടെയാണ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യാണും പെണ്ണും പരസ്പരം നോക്കാനും പരസ്പരം ചിന്തിക്കാനും അത് പിന്നീട് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് എത്തിക്കാനും ഒക്കെ കാരണമായി തീരുന്നത് ഈ ഒരു വസ്ത്രധാരണത്തിൽ വരുന്ന വീഴ്ചയിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയത്തിലും നമ്മുടെ ശരീര സംരക്ഷണത്തിനും നമ്മുടെ വംശപരമ്പര എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നുള്ള സംരക്ഷണം കൂടിയാണ് വസ്ത്രം. മറ്റൊന്ന്, പലപ്പോഴും ആളുകൾക്ക് സംശയമുണ്ടാകുന്ന ഒരു വിഷയമാണ്, എനിക്ക് വില കൂടിയ വസ്ത്രം വാങ്ങാൻ പറ്റുമോ, അതൊരു ധൂർത്തിൻ്റെ ഇനത്തിൽ വരുമോ? ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് അവൻ വസ്ത്രം ഇറക്കിത്തന്നതിൻ്റെ ഒരു ലക്ഷ്യമായിക്കൊണ്ട് വരീഷ, അലങ്കാരത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കാം. സ്വാഭാവികമായിട്ടും നമുക്ക് വസ്ത്രം വാങ്ങാനുള്ള സമ്പത്തുണ്ട്, കാശുണ്ട്, പണമുണ്ട് എങ്കിൽ നമുക്ക് വാങ്ങാം. നമുക്കറിയാലോ എപ്പോഴാണ് ധൂർത്താവുക. അതൊരിക്കലും ഈ വസ്ത്രം വാങ്ങിയാൽ ധൂർത്താവും, അത് വാങ്ങിയിട്ടില്ലെങ്കിൽ ധൂർത്താവില്ല എന്ന് ക്ലിപ്തപ്പെടുത്തി പറയാവുന്ന ഒരു കാര്യമല്ല. സ്വാഭാവികമായിട്ടും അത് സാഹചര്യത്തിന് സന്ദർഭത്തിനനുസരിച്ചൊക്കെ നമുക്ക് വാങ്ങാം. അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് അതിര് വിട്ടിട്ടുണ്ടോ, എനിക്ക് ആവശ്യമുള്ളതാണോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നാൽ നമുക്കറിയാം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കല്യാണമൊക്കെ വരികയാണെങ്കിൽ ഒരു 5-6 കൂട്ടൊക്കെ ഡ്രസ്സ്, ഓരോ ദിവസം ഓരോ സമയത്തിന് വേണ്ടിയിട്ട് പ്രത്യേക വസ്ത്രമാണ്, ഓരോ നിറത്തിലാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു ആവശ്യമാണ്. നമ്മളീ പറഞ്ഞ് ശറഅ് പഠിപ്പിച്ച മത ലക്ഷ്യങ്ങൾക്ക്, വസ്ത്രത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് നേർവിപരീതമാണ് അവിടെ നടക്കുന്നതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ആ വസ്ത്രം വാങ്ങൽ പോലും, ആ ചെയ്യുന്ന കാര്യങ്ങൾ അത് വേറെ തിന്മ, വസ്ത്രം വാങ്ങൽ പോലും എന്തായിട്ട് വരും? നമ്മളിന്ന് വസ്ത്രമാണല്ലോ ചർച്ച ചെയ്യുന്നത്, അതുപോലും നിഷിദ്ധമായിട്ട് വരും, ധൂർത്തിൻ്റെ ഗണത്തിലാണ് വരും. അപ്പോൾ അത് നമ്മൾ വലിയ ഗൗരവത്തിൽ കാണും. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഭംഗിയുള്ള എത്ര വില കൂടിയ വസ്ത്രം നമ്മുടെ കഴിവിനനുസരിച്ച് വാങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ മറ്റു വാജിബുകളിൽ വീഴ്ച വരുത്താൻ ഞാൻ മതി. ഒരാൾ വസ്ത്രം നല്ല മുന്തിയത് വാങ്ങും, പെരിയിൽ ചെലവിന് കൊടുക്കൂല, അത് പ്രശ്നമാണ്. അതേ പ്രശ്നമുള്ളൂ. വാജിബിന് വീഴ്ച വരുത്താതെ അയാൾക്ക് എത്ര തന്നെ മുന്തിയ വസ്ത്രം വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അന്ന് നാട്ടിലൊക്കെ ക്യാമ്പസുകളിലൊക്കെ ഓരോ പരിപാടി വരുമ്പോഴും ഓരോന്നിനും വസ്ത്രമാണ്. എല്ലാവരും ഒരേ നിറത്തിൽ ഒരേ രൂപത്തിലുള്ള, പിന്നെ ഒരു നിലക്കും അവനക്ക് വേറെ പുറത്തിടാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രമൊക്കെ വാങ്ങിക്കൂട്ടും. ഇതൊക്കെ ഈ വിധിയിലാണ് വരും. ശറഅ് പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിപരീതമായിട്ടാണ് അതൊക്കെ നടക്കുന്നത്. മറ്റൊരു വിഷയം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു വസ്ത്രം വാങ്ങുന്നതിൻ്റെ ലക്ഷ്യം ഒന്ന് ഔറത്ത് മറക്കലാണ്, നഗ്നത മറക്കലാണ്. സ്വാഭാവികമായിട്ടും ആണിനും പെണ്ണിനും എന്താണ് ഔറത്ത് അത് നമ്മൾ അറിയണം. ആണിനും പെണ്ണിനും വ്യത്യസ്ത രൂപത്തിലാണ് മതത്തിൽ ഔറത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഹദീസുകളിൽ നിന്നുമൊക്കെ വ്യക്തമാകും. പുരുഷൻ്റെ ഔറത്ത് മുട്ടുപൊക്കിളുകൾക്കിടയിലുള്ള ഭാഗം മറക്കലാണ്. അവൻ്റെ ഔറത്ത് ആ ഭാഗം, മുട്ടും കാൽമുട്ടും പൊക്കിളും അതിനിടയിലുള്ള ഭാഗം. എന്നാൽ കാൽമുട്ടും പൊക്കിളും അത് ഔറത്തല്ല എന്നാണ് പറയുക. അഥവാ അത് മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റമില്ല. അപ്പോൾ അതിനിടയിലുള്ള ഭാഗം മറയൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഒരാളുടെ മുമ്പിലും അത് വെളിവാക്കാൻ പാടില്ല, തൻ്റെ ഇണകൾക്കിടയിലല്ല. പിന്നെ ആ വിഷയത്തിൽ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്ന് കരുതി ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ച് ഇത്തരത്തിൽ ഒരു ട്രൗസർ മാത്രം ഇട്ട് നമുക്കൊരിക്കലും പുറത്തിറങ്ങി നടക്കാമെന്നല്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യന്മാർ ഒരു മാന്യതയായി കാണുന്ന വസ്ത്രം നമ്മൾ ധരിച്ചിരിക്കണം. മാന്യതയായി കാണുന്ന വസ്ത്രം ധരിച്ചിരിക്കണം. അപ്പോൾ അത് പറയേണ്ടത് പണ്ഡിതന്മാരും മതം കൈകാര്യം ചെയ്യുന്നവരുമാണ്. ഒരു നല്ല മനുഷ്യൻ്റെ സലീമായ നല്ല ഹൃദയമുള്ള ഒരാൾ ഈ ധരിച്ച വസ്ത്രം അത് മാന്യതയുടെ വസ്ത്രമാണ്, അതൊരു മോശപ്പെട്ട വസ്ത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധരിക്കാൻ പാടില്ല. മാന്യതയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ധരിക്കാം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഔറത്ത് മറക്കണം എന്നാണ് പറയും. അതുപോലെ തന്നെ പലപ്പോഴും പൊട്ടുമുക്കിൽ എന്ന് പറയുമ്പോൾ പൊട്ടുമുക്കിൽ ഔറത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അതുവരെ ഒരാൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് വസ്ത്രം ഇറങ്ങാനും അല്ലെങ്കിൽ കയറി പോകാനും ഒക്കെ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും മതത്തിലൊരു അടിസ്ഥാനമാണ് മാലാ യതീമുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. ഒരു വാജിബ് പൂർത്തിയാക്കാൻ എന്തൊക്കെ വേണോ അതൊക്കെ വാജിബാണ്. സ്വാഭാവികമായിട്ടും പൊക്കിളിനിടയിൽ മറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടും പൊക്കിളും മറക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമായിരിക്കണം.
ചുരുങ്ങിയത് നമ്മൾ ധരിക്കേണ്ടത്. ഇതെല്ലാവരുടെ മുമ്പിലും പുരുഷന്മാർക്കും നിർബന്ധമായിട്ടും എല്ലാവരുടെ മുമ്പിലും അത് ഔറത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ന് നാട്ടിലൊക്കെ കാണാം, വളരെ ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് സാധനം വാങ്ങാനൊക്കെ പുറത്തിറങ്ങുന്ന ആളുകൾ, യാത്ര പോകുന്ന ആളുകളൊക്കെ കാണാം. വളരെ മോശപ്പെട്ട കാര്യമാണ്. എന്നാൽ അത് വേറെ രംഗത്ത് പല ആളുകളും അത് പ്രോത്സാഹിപ്പിക്കുന്ന, അതിനു വേണ്ടി പണിയെടുക്കുന്ന കുറേ സെലിബ്രിറ്റികളും അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളും ഒക്കെ കാണും. മതത്തിൻ്റെ കണ്ണിൽ അത് മാന്യതയല്ല, അതൊരു മോശപ്പെട്ട വസ്ത്രം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും അള്ളാഹിൻ്റെ വിധിയാണ് യഥാർത്ഥ വിധി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിൽ ഫിത്നയുണ്ട്, നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുഴപ്പമുണ്ടാക്കും, നാട്ടിൽ ഫസാദ് ഉണ്ടാക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാൽ പിന്നെ നമ്മളത് ചെയ്യണം. അത് ആരൊക്കെ അതിന് പ്രോത്സാഹനം നൽകിയാലും അത് പ്രയാസം ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി സ്ത്രീകളുടെ ഔറത്ത്, ആ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ പൊതുവെ അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ സ്ത്രീകൾക്ക് ഔറത്താണെന്ന്. മുഖവും മുൻകൈയും ഒഴികെയുള്ള അവയവങ്ങൾ സ്ത്രീകൾക്ക് ഔറത്താണ്. എന്നാൽ അതല്ലാത്ത മറ്റഭിപ്രായങ്ങളുമുണ്ട്. മുൻകൈയല്ലാത്ത മുഖമടക്കം ഔറത്താണ്, മുൻകൈ മാത്രമേ ഔറത്തല്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം അവൾ പൂർണ്ണമായും മറച്ചിരിക്കണം എന്ന അഭിപ്രായവും പണ്ഡിത ലോകത്തുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ സ്വീകാര്യമായ അഭിപ്രായം നോക്കുകയാണെങ്കിൽ, പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള അഭിപ്രായം നോക്കുകയാണെങ്കിൽ, മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ ഔറത്താണ്. അത് അവൾ പൂർണ്ണമായും മറച്ചിരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ, അഥവാ പുരുഷന്മാരുടെ മുന്നിൽ അവളത് മറച്ചിരിക്കണം. അതാണ് അവളുടെ ഔറത്ത്. ഇനി മുഖം വെളിവാക്കാം എന്ന് പറഞ്ഞവർ തന്നെ ഫിത്നയുടെ ഭാഗമായിക്കൊണ്ട് അത് മറ്റുള്ളവർക്ക് മുഖം കാണിക്കൽ ഫിത്നയാകും എന്ന കാരണം പറഞ്ഞുകൊണ്ട് മുഖവും മറക്കലാണ് നല്ലത്, ഔറത്തായതുകൊണ്ടല്ല, പക്ഷെ ഫിത്ന ഉണ്ടാവാതിരിക്കാൻ മുഖം മറക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അങ്ങനെ ഒരു ഫിത്ന ഭയപ്പെടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്നും പറയുന്നത് കാണാം. ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതായിട്ട് കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ കേൾക്കാനിടയായി, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീയുടെ കാല് മറക്കണം എന്ന് പറഞ്ഞു, അവളുടെ കൈ മറക്കണം എന്ന് പറഞ്ഞു, മുടി മറക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെ മറക്കൽ നിർബന്ധമാക്കിയിട്ട് മുഖം മറക്കാതിരിക്കൽ അത് അനുവദനീയമാക്കും എന്ന് പറയുന്നത് ഒരു യുക്തിയാണോ? കാരണം ഒരു പുരുഷന് അവളുടെ കാല് കണ്ടാലും മുടി കണ്ടാലും ഉണ്ടാകുന്നതിനേക്കാൾ വലിയ ഫിത്ന അവളുടെ മുഖം കണ്ടാലും ഉണ്ടാവുമല്ലോ. പിന്നെ എങ്ങനെ അത് അനുവദനീയമാണ് എന്ന് പറയും എന്ന് ചോദിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരി, തീർച്ചയാണ്, അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സ്ത്രീകളുടെ മുഖം ആ ഒരു വിഷയത്തിൽ അങ്ങനെ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ സൂക്ഷ്മത കാണിക്കണമെന്ന് ഉണർത്തുകയാണ്. ഈ സ്ത്രീകളുടെ ഔറത്ത് പുരുഷരുടെ മുന്നിലാണ്. പൊതുവിൽ ഇതാണ് അവളുടെ ഔറത്ത്. എന്നാൽ അവൾക്ക് ഇളവുള്ള ചില മേഖലകളുണ്ട്. സ്ത്രീകളുടെ മുന്നിൽ അവൾക്ക് അവളുടെ ഒരു സംരക്ഷിക്കാൻ അല്ലെങ്കിൽ മറക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങൾ, ഉദാഹരണത്തിന് അവളുടെ കൈയാവട്ടെ, അവളുടെ കാലാവട്ടെ, മുടിയാകട്ടെ, കഴുത്താവട്ടെ, അതൊക്കെ സ്ത്രീകളുടെ മുമ്പിൽ, അന്യരെന്നല്ല മറ്റു സ്ത്രീകളുടെ മുന്നിൽ അവൾക്ക് ഇളവുണ്ട് എന്നാണ് പറയുന്നത്. ഔറത്താണ്, പക്ഷേ ഇളവുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൊക്കെ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് അവൾക്ക് വീട്ടിലൊക്കെ നമുക്കറിയാം സാധാരണ ധരിക്കുന്ന വസ്ത്രം ധരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മഹ്റമുകളുടെ മുന്നിലും, പുരുഷന്മാരാണ്, മഹ്റമുകളുടെ മുന്നിലും അവൾക്ക് ഇതുപോലെ തന്നെ അവളുടെ ഉപ്പ, സഹോദരങ്ങൾ, അവളുടെ മക്കൾ, അവരുടെ മുന്നിലും ഔറത്തായിരിക്കെ തന്നെ അവളുടെ മുടി, അവളുടെ മുഖം, അവളുടെ കൈ, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സ്ത്രീകൾ സാധാരണ ധരിക്കുന്ന വസ്ത്രം അത് ധരിക്കാവുന്നതാണ്. അത് കുറ്റം കിട്ടുന്ന കാര്യമല്ല, പക്ഷെ അത് ഔറത്താണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. ഔറത്താണ്, ഇളവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പുരുഷന്മാരുടേത് നമ്മൾ പറഞ്ഞു, സ്ത്രീകളുടേത് പറഞ്ഞു. ഒരു വിഭാഗം കുട്ടികളാണ്. കുട്ടികൾക്കും ഈ വിഷയത്തിൽ ചില നിയമങ്ങളുണ്ട്. ഒരു കുട്ടി ജനിച്ചത് മുതൽ 7 വയസ്സാകുന്നത് വരെ അവനക്ക് ഔറത്തില്ല. അവൻ്റെ ശരീരത്തിൻ്റെ ഏത് അവയവവും അവന് പുറത്ത് കാണിക്കുന്നത് അവനക്ക് കുറ്റം കിട്ടുന്ന കാര്യമല്ല, അഥവാ അവനക്ക് മതത്തിൻ്റെ വിധികൾ ഒന്നും ബാധകമല്ല. ആ കാലത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് വസ്ത്രം ധരിക്കാതെ ഇറങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല, കുറ്റമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊരിക്കലും ഒരു മാന്യതയല്ല. രക്ഷിതാക്കൾക്ക് അതൊരു ബാധ്യതയാണ് അവരുടെ വിഷയത്തിൽ സൂക്ഷ്മത കാണിക്കുക എന്ന് പറയുന്നത്. ഇനി 7 വയസ്സായ,
നിസ്കാരം നിർബന്ധമാകുന്ന പ്രായം 7 വയസ്സ് മുതൽ പ്രായപൂർത്തിയാകുന്നത് വരെ അവർക്ക് വകതിരിവെത്തിയ പ്രായം എന്ന് പറയും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഔറത്തുണ്ട്. അവരുടെ ഗുഹ്യാവയവം മറക്കൽ നിർബന്ധമാണ്. പക്ഷെ അതിൻ്റെ വിധി അവർക്കല്ല, രക്ഷിതാക്കൾക്കാണ്. നമുക്കറിയാം 7 വയസ്സായാൽ നിസ്കാരം വാജിബാണെന്ന് പറയും. നിസ്കരിക്കൽ മാതാപിതാക്കൾ കൽപ്പിക്കൽ വാജിബാണെന്ന് പറയും. ഓരോ വക്തിനും ഉമ്മയും ഉപ്പയും മകളോട് പറയണം നിസ്കരിക്കണം. അപ്പം അതുപോലെ അവരോട് പറയേണ്ട ഒരു വിഷയമാണ് നിൻ്റെ ഔറത്ത് മറക്കണം എന്ന് പറയൽ നിർബന്ധമാണ്. ഇതിനർത്ഥം ഇനി ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ വസ്ത്രം ധരിച്ച് നടക്കണം എന്നല്ല, മറിച്ച് ചുരുങ്ങിയത് ആ ഒരു കുറ്റമില്ലാതിരിക്കാൻ വാജിബ് വീടാൻ നിർബന്ധമായിട്ടും ഇത് ധരിക്കണം എന്ന ഒരു ശറഈൻ്റെ വിധിയെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിൽ മക്കൾ ആ ഒരു വസ്ത്രമാണ് അവർക്ക് നിർബന്ധമായിട്ടുള്ളത്. പിന്നെ എപ്പോഴാണോ പ്രായപൂർത്തിയാവുന്നത്, പുരുഷന് പ്രായപൂർത്തിയാവുന്ന സമയമുണ്ട്, സ്ത്രീക്ക് പ്രായപൂർത്തിയാവുന്ന സമയമുണ്ട്. അതായിക്കഴിഞ്ഞ നിമിഷം മുതൽ അവരുടെ വാജിബ് മറ്റു പുരുഷന്മാരുടെ മുതിർന്നവരുടെ അതേ വിധി വരും. ആണാണെങ്കിൽ മുട്ടുപൊക്കുകൾക്കിടയിൽ, പെണ്ണാണെങ്കിൽ അവളുടെ ശരീരം മുഴുവൻ മുഖവും കൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ ഔറത്തായിട്ട് വരും. അപ്പോൾ ഇതാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മതവിധികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പുരുഷന്മാർ പൊതുവിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ആണ് പെണ്ണിനോട് സദൃശ്യപ്പെടുന്ന വസ്ത്രം, പെണ്ണ് ആണിനോട് സദൃശ്യപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അന്യമതസ്ഥർക്ക് പ്രത്യേകമായി അവർ ധരിക്കുന്ന വസ്ത്രം, അത് ഒരു മുസ്ലിമിന് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ധരിക്കാൻ പാടില്ല. സമുദായത്തിൽ ഒരു മോശപ്പെട്ടവരാണ്, തിന്മയുടെ ആൾക്കാരാണ് എന്നറിയപ്പെട്ട ആളുകൾ, അവരുടെ വസ്ത്രം, ഉദാഹരണത്തിന് ഇന്ന് ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പ്രത്യേക ഡാൻസ് ചെയ്യുന്ന ആളുകളൊക്കെ ധരിക്കുന്ന വസ്ത്രം, അതൊക്കെ ഈ ഒരു വിഷയത്തിൽ ഗണത്തിലാണ് വരിക. തിന്മയുടെ ആൾക്കാരായി അറിയപ്പെട്ടവർ, അവരുടെ വസ്ത്രം അവരോട് സദൃശ്യപ്പെടാൻ ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല, നിഷിദ്ധമാണ്, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ധൂർത്തിൻ്റെ വിഷയം, ധൂർത്തുണ്ടാവുന്ന വസ്ത്രം ധരിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ തൊലി വെളിവാക്കുന്ന, തൊലിയുടെ നിറം, ഔറത്ത് മറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊലിയുടെ നിറം കാണാതിരിക്കാം. തൊലിയുടെ നിറം വ്യക്തമാകുന്ന രൂപത്തിൽ വളരെ നേർത്ത വസ്ത്രം, അത് ആണിനോ പെണ്ണിനോ ഔറത്തിൻ്റെ ഭാഗത്ത് മറയാത്ത രൂപത്തിലായിക്കൂടാ, അത് നിഷിദ്ധമാണ്. പുരുഷനാണെങ്കിൽ തൻ്റെ നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് അവൻക്ക് പാടില്ലാത്തതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഞ്ചർ റസൗബഹു ഖയലാ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അത്തരക്കാരെ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക പോലുമില്ല. അതുകൊണ്ട് തന്നെ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അത് കേവലം നിസ്കാരത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും പുരുഷൻ്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലായിരിക്കണം. നിസ്കാരത്തിൽ മാത്രം നെരിയാണിക്ക് മുകളിൽ, അല്ലാത്ത സമയത്ത് താഴ്ത്തിയിടുക എന്നൊരു മതത്തിലില്ല, നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും ഈ ഒരു വിധികളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധ കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.